നമ്മളിപ്പോൾ ജീവിക്കുന്ന ഒരു സൊസൈറ്റി, പ്രത്യേകിച്ച് ഒരു പാൻഡമിക്കിൻ്റെ ശേഷം ഉണ്ടായത്, നമ്മളൊരു ഫോമോലാണ് ജീവിക്കുന്നത്. ഫോമോ എന്ന് പറയുന്ന ഒരു ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എല്ലാവർക്കും ഉണ്ട്. ഞാൻ ഇറലവൻ്റ് ആയി പോവോ, ഞാൻ ഔട്ടായി പോവോ, ഞാൻ ഇല്ലാണ്ടായി പോവോ, എനിക്ക് ഒന്നുമില്ലാതായി പോകുമോ എന്നുള്ളൊരു ഫിയർ മിക്ക മനുഷ്യരുടെ അകത്തുണ്ട്. ഇത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കൂടുതൽ എൻഗേജ്ഡ് ആകുമ്പോൾ സംഭവിക്കുന്നൊരു സംഗതിയാണ്. അപ്പോൾ നമ്മൾ മീഡിയയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെയാണ് എല്ലാവരുടെ ലൈഫിലും എടുത്ത് നോക്കുകയാണെങ്കിൽ നിരന്തരം ഈ അപ്ഡേറ്റ്സുകളിലേക്ക് പോവുക, സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവണം, ഫോട്ടോസ് ഇടണം, പോസ്റ്റ് ചെയ്യണം, എന്ത് കിട്ടിയാലും അത് റെലവൻ്റ് ആണ് ഇല്ലെങ്കിലും അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കണം. ഇതിൻ്റെ പിറകിലുള്ള സംഗതി ഈ ഫോമോ ആണ്. മിസ് ഔട്ടായി പോകുക എന്നുള്ളൊരു ഫോമോ. ഈ ഫോമോ തന്നെയാണ് എവിടെയും വർക്ക് ചെയ്യുന്നത്, മീഡിയ പേഴ്സൺസിൻ്റെ ഇടയിൽ വർക്ക് ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇങ്ങനത്തെ ഒരു സംഭവം ആദ്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് ആരായിരിക്കണം? ഞങ്ങളായിരിക്കണം. റീച്ച് കൂട്ടാൻ മനുഷ്യൻ്റെ വൈകാരികതയെ വിൽക്കുക, ക്യാമറയുടെ മുമ്പിൽ വിൽക്കുക എന്നുള്ളൊരു സംഗതിയുണ്ട്. ഇത് വലിയൊരു പ്രശ്നമാണത്. കാരണം ഒരിക്കലും മനുഷ്യൻ്റെ വൈകാരികതയെ വിൽക്കാൻ പാടില്ലല്ലോ ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ. എൻ്റെതായാലും നിങ്ങളതാണെങ്കിൽ നമ്മൾക്ക് ഇമോഷൻസൊക്കെ പ്രധാനപ്പെട്ട സംഗതിയാണല്ലോ. ഇപ്പോൾ ഒരു സാധാരണ മരണമല്ല ഈ നടക്കുന്നൊന്നും. ഒരു സാധാരണ മരണം നടക്കുന്ന ഒരു വീട്ടിലാണെങ്കിൽ ആളുകളൊക്കെ അതുമായിട്ട് കോപ്പപ്പാവും, അതുമായിട്ട് പൊരുത്തപ്പെടും. ഇത് പെട്ടെന്ന് നമ്മൾ നട്ടുച്ചക്ക് സൂര്യൻ അസ്തമിക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ വീട്ടിലെ ഒരു കുടുംബത്തിലെ ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആളുകൾ അങ്ങ് ഇല്ലാതായി പോകുന്നു. ഈ യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെടാൻ മനുഷ്യന്മാർക്ക് ദിവസങ്ങളോ മാസങ്ങളോ എടുക്കും. ആ മനുഷ്യരുടെ മുമ്പിലേക്ക് പോയിട്ട് നമ്മൾ ലൈറ്റും ക്യാമറയായിട്ട് ചെല്ലാനുള്ള ഒരു മാനസിക തലത്തിലേക്ക് മാധ്യമപ്രവർത്തനം എത്തുന്നു എന്നുള്ളത് അവരും ഈ ഫോമോൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് മനസ്സിലാവേണ്ടത്.